ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധം വലിയ ആശങ്കകളാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അതുമാത്രമല്ല, അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക പരാധീനതയിലേക്ക് പോകുന്നു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതിനൊപ്പം തന്നെ ലോകത്തെ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ പൊൻവെളിച്ചം വിതറിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്ത വന്നിരുന്നു. സമാധാന ശ്രമങ്ങൾ തുടരുകയാണ്. ഇരു രാജ്യങ്ങളും, അതായത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾ പുനരാരംഭിക്കാനുള്ള എല്ലാം നീക്കം നടത്തിയിരുന്നു. അതിന് കനത്ത തിരിച്ചടിയേകിക്കൊണ്ടാണ് ഇസ്ലാമാബാദ് ചർച്ച ഉപേക്ഷിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഭീഷണിയോ സമ്മർദ്ദമോ ചെലുത്തി ഇറാനെ ചർച്ചാമേശയിലേക്ക് എത്തിക്കാമെന്ന് ആരും കരുതേണ്ടെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഇറാനെ ഞങ്ങൾ തകർക്കുമെന്ന ഭീഷണിപ്പെടുത്തി, ഇറാനെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി സമാധാനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും, യുദ്ധമാണെങ്കിൽ യുദ്ധം, അല്ലെങ്കിൽ പരസ്പരം പോരാടുകയാണെങ്കിൽ പോരാട്ടം, അതാണ് തങ്ങളുടെ നിലപാടെന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം നീക്കാതെയുള്ള നേരിട്ട ചർച്ചകൾക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഉള്ളത്. നാവിക ഉപരോധത്താൽ നട്ടം തിരിയുന്ന ഒരു സാഹചര്യമാണ് ഇറാൻ ജനതയ്ക്കുള്ളത്. അവശ്യ സാധനങ്ങൾക്ക് വില റോക്കറ്റ് പോലെ കുതിച്ചു വരികയാണ്. നാവിക ഉപരോധം കാരണം വലിയ നഷ്ടമാണ് ഇറാൻ രാജ്യത്തിന് ഉണ്ടാകുന്നത്. ആ ഉപരോധം നീക്കാതെ ഒരു സമാധാന ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന ഉറച്ച നിലപാടാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ ഇറാൻ നൽകിയ സമാധാന നിർദ്ദേശങ്ങൾ അമേരിക്കയെ അറിയിക്കാനിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ചർച്ചകൾ വഴിമുട്ടിയിരിക്കുന്നത്. അതേസമയം ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളോട് ഇറാൻ അനുകൂലമായി പ്രതികരിക്കാത്തതിനാലാണ് ചർച്ച വേണ്ടെന്ന് വെച്ചതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു. അമേരിക്കൻ പ്രതിനിധി സംഘത്തോട് പാകിസ്ഥാനിലേക്ക് പോകേണ്ടതില്ലെന്ന് ട്രംപ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അമേരിക്കൻ പ്രതിനിധി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇസ്ലാമാബാദിൽ വെച്ച് മധ്യസ്ഥത ചർച്ച നടത്താനും തുടർന്ന് ഈ യുദ്ധത്തിന് ഒരു പരിധിവരെ അന്ത്യം കുറിക്കാനും അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് എത്താനുമുള്ള തീരുമാനമുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ മധ്യസ്ഥ സംഘത്തോട് അങ്ങോട്ട് പോകണ്ട എന്ന നിലപാടാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. വേണമെങ്കിൽ ഇറാൻ ഇങ്ങോട്ട് സമീപിക്കട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ളത്. ഇറാൻ നേതൃത്വത്തിന്റെ അസ്ഥിരതയെ പരിഹസിക്കുകയും ട്രംപ് ചെയ്യുന്നുണ്ട്. അനാവശ്യമായ വിദേശയാത്രകൾ ഒഴിവാക്കുകയാണെന്നും ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത പ്രസ്താവനയിൽ ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. സമാധാന ശ്രമങ്ങൾ പാതി വഴിയിൽ തടസ്സപ്പെട്ടതോടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ജർമ്മൻ ചാൻസലർ ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്നത്. ഇപ്പോൾ നടക്കുന്നത് അനാവശ്യമായ യുദ്ധമാണെന്നാണ് ജർമ്മൻ ചാൻസലർ പറയുന്നത്. ലോകശക്തികൾക്കിടയിലെ ഈ ഭിന്നത പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നത് ഇറാൻ ജനത മാത്രമല്ല, ഇസ്രായേലിൽ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നു. അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾ മുഴുവൻ യുദ്ധത്തിന്റെ കെടുതികളിൽ നട്ടം തിരിയുന്ന ഒരു കാഴ്ച. വിമാനത്താവളങ്ങൾ തുറക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ എണ്ണ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. പലതരത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ നട്ടം തിരിയുന്നു. തൊട്ടിപ്പുറത്ത് പാകിസ്ഥാനെ പോലെയുള്ള സാമ്പത്തിക നില ഒട്ടുമില്ലാത്ത, സാമ്പത്തിക നില ഭദ്രമല്ലാത്ത രാജ്യങ്ങളെല്ലാം യുദ്ധക്കെടുതിയിൽ ഉയർത്തൊലിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പശ്ചിമേഷ്യയുടെ സമാധാന ശ്രമത്തിന് തുരങ്കം വെക്കുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചു വരുന്നതെന്ന് തുടക്കം മുതൽ ആരോപണമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അത് കൂടുതൽ കടുപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ ഉണ്ടാകുന്നത്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ എന്ന് സമാധാനം പുലരും എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്.